എഴുതാം. ഇപ്പോൾ 985 34 ഇത് സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറ് 5 - 4. 5 - 4 മീനിങ് 4 to 5 എത്ര വരും നോക്കണം. അപ്പോൾ ആഫ്റ്റർ 4 5 നമ്മളിവിടെ 1 എഴുതും. അതുപോലെ 8 - 3 അപ്പോൾ 3 to 8 4 5 6 7 8 അപ്പോൾ നമ്മൾ 5 എന്ന് എഴുതി. പിന്നെ 9 ആണ് താഴെ, ആ 9 ഇറക്കിയിട്ടാൽ വളരെ സിമ്പിളായിട്ട് സബ്ട്രാക്ഷൻ കഴിഞ്ഞു. ഇതാർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല അല്ലേ. കുറച്ചും കൂടി മാറ്റി വന്നപ്പോൾ ഒരു ചെറിയൊരു മാറ്റം. അപ്പോൾ 985 പകരം ഇവിടെ ഒരു 34 പകരം 92 ആണ് വന്നതെന്ന് വിചാരിക്കുക. 92 സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞു. 985 - 92 പഴയ പോലെ നോക്കാം. 5 - 2 ഇപ്പോൾ 2 to 5 നമ്മൾ 3 എന്ന് എഴുതി. പിന്നെ ഇവിടെ 8 ആണ്, ഇവിടെ 9 ആണ്. സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. 8ൽ നിന്ന് 9 മൈനസ് ചെയ്യാൻ പറ്റില്ല. 9 - 8 ചെയ്യാം, പക്ഷേ 8 - 9 നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ 8 ഓറഞ്ചിൽ നിന്ന് നമുക്ക് 9 ഓറഞ്ച് എടുത്തരാൻ പറഞ്ഞാൽ എളുപ്പമൊന്നുമില്ല. 5 ഓറഞ്ചിൽ നിന്ന് 2 ഓറഞ്ച് 5 - 2 നമ്മൾ 3 എന്ന് എഴുതി. 5 ഓറഞ്ചിൽ നിന്ന് 2 ഓറഞ്ച് മാറ്റി ബാലൻസ് എത്രയുണ്ട് 3 ഓറഞ്ച് എന്ന് പറയാൻ പറ്റും. 8 ഓറഞ്ചിൽ നിന്ന് 9 ഓറഞ്ച് നമ്മൾ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈസി. വല്ല മെല്ലെ മാജിക് കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തൊട്ടപ്പുറത്ത ആളുടെ കയ്യിൽ നിന്ന് തൊട്ടടുത്ത നമ്പറിൽ നിന്ന് ഒന്ന് ബോറജിയോ കടം വാങ്ങുക അല്ല. നമ്മൾ വീടുകളിലൊക്കെ സാധാരണ പണ്ടത്തെ വീടുകളിലൊക്കെ ആദ്യമൊക്കെ ചില വീട്ടിൽ എന്തെങ്കിലും എല്ലാ വീട്ടിലും തികയണമെന്നില്ല, ഇപ്പോഴത്തെ പോലെ അല്ല. അപ്പോൾ തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുന്നു, അവർക്ക് അത് ആവശ്യം കഴിഞ്ഞ് നമ്മൾ തിരിച്ചത് കൊടുക്കും. അങ്ങനെ സാധനം ചെയ്യാറുണ്ട് എല്ലാവരും. ഇപ്പോൾ നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ ഓണത്തിനൊക്കെ വരുമ്പോൾ EMI മേടിച്ച് ഓരോന്നൊക്കെ ലോൺ എടുത്തൊക്കെ വാങ്ങുന്നുണ്ട്. റെഡി ക്യാഷ് ഒന്നും ഇല്ല, ഒക്കെ EMI ഒക്കെ ലോൺ തന്നെയല്ലേ. കടം വാങ്ങുന്നു, കുറച്ച് തിരിച്ചടയ്ക്കണം കേട്ടോ, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടായി. അപ്പോൾ എല്ലാവരും ഗവൺമെൻറ് അടക്കം എന്തെങ്കിലും പൈസയുടെ ഷോർട്ടേജ് വന്നു, എന്ത് ചെയ്യണേ, ലോൺ എടുക്കുക തന്നെയാണ്, അത് തിരിച്ചടയ്ക്കണം. അപ്പോൾ കടം വാങ്ങൽ എല്ലായിടത്തും ഉണ്ട്. അതേപോലെ എവിടെ തുടങ്ങിയത് നമ്മൾ ഈ മാത്സ് പഠിക്കുമ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് ഇവിടെ 9 കിടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഒന്ന് ബോറോ ചെയ്യും ഇപ്പുറത്തേക്ക്. അപ്പോൾ ഈ 9 ഒന്ന് ബോറോ ചെയ്താൽ 8 എന്നുള്ളത് 18 ആയിട്ട് മാറുകയും 8 എന്നുള്ള 9 അല്ല പോണേ, 8 എന്നുള്ളത് 18 ആയിട്ട് മാറി. അപ്പോൾ 9 തൊട്ട് 18 വരെയാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ 9 to 18 എന്ന് വെച്ചാൽ 10 11 12 13 14 15 16 17 18 അപ്പോൾ ഇവിടെ 9 എന്ന് കിട്ടി. ഇവിടെ 9 ആയിരുന്നു, ഒന്ന് ബോറോ ചെയ്തു. പിന്നെ ഇവിടെ വീണ്ടും ക്ഷയപാത്രമൊന്നുമല്ല, ഇവിടെ ബാലൻസ് എത്ര ഉണ്ടാവും, പിന്നെ 8 ഉണ്ടാവും. 9 ഒന്ന് ബോറോ ചെയ്ത് കഴിഞ്ഞല്ലോ, പിന്നെ ബാക്കി ഇവിടെ 8 ആണ് ഉണ്ടാവുക. അപ്പോൾ 893 ആണ് നമ്മളുടെ ആൻസർ വരിക. അപ്പോൾ ഇവൻ ഓർഡിനറി കേസാണ്. ഇവൻ കുറച്ചും കൂടി ഡിമാൻഡ് വന്നു അല്ലേ. അപ്പുറത്തൊക്കെ ബോർ ചെയ്ത് എടുക്കേണ്ട ബുദ്ധിമുട്ട് വന്നു. പിന്നെയും കുറച്ചുകൂടി വന്നു. കുട്ടികൾക്ക് വീണ്ടും കൺഫ്യൂഷൻ വന്നു. ഒരു നമ്പർ വന്നു 1000 - 345 എന്ന നമ്പർ വന്നു. 1000 - 345. ഇവിടെ എത്തുമ്പോൾ ചില കുട്ടികൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വരാറുണ്ട്. ഇതൊന്നും വലിയ പ്രശ്നം കണ്ടിട്ടില്ല. ഇവിടെ നോക്കും, ഇവിടെ 5ഉം ഇവിടെ 0 ആണ്. അപ്പോൾ 0 ഒന്നും പറ്റുന്നില്ല, വലിയ നമ്പറല്ല. അപ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് മേടിക്കാൻ നോക്കി, തൊട്ടപ്പുറത്ത് 0 തന്നെയാണ്. അവിടെ നിന്ന് പോറയില്ല, അവിടെ ഒന്നുമില്ല. തൊട്ടപ്പുറത്തേക്ക് നോക്കി, അവിടെയും 0, അവിടെ ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, തൊട്ടപ്പുറത്ത് ഇവിടെ കിടക്കേണ്ടി വരണം. ഇവിടെ നിന്നാണോ അങ്ങോട്ട് ബോറോ ചെയ്യണത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ബോറോ, ഇവിടെ നിന്ന് ഇല്ലാത്തതിന് വലിയ അറ്റത്തേക്ക് വന്നു. ഇവിടെ നിന്ന് ഒന്ന് ബോറോ ചെയ്യുമ്പോൾ ഈ 0 എന്തായാലും മാറി 1 അല്ല വരിക, അത് 10 ആയി. അപ്പോൾ 10 5 to 10 അത് നമുക്കറിയാം 5 എന്നറിയാം. ഇപ്പം ചില കുട്ടികൾ തെറ്റിദ്ധാരണ 1 ആകേണ്ടാണെന്നുള്ളൂ. ആ 1 നിങ്ങൾ വാങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന്. നമ്മൾ 1 അല്ല വാങ്ങിയിട്ടുള്ളത്, ഇത് 1000 ആയിരുന്നു. 1000 നിന്നാണ് 1 നമ്മൾ വാങ്ങിയിട്ടുള്ളത് അല്ലേ. 1000 എന്നാലും 1 വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി എത്രയുണ്ട്, 999 വരുന്നുണ്ട് ഒന്ന് ബോറോ ചെയ്യുമ്പോൾ. അപ്പോൾ ക്ലിയർ ആയില്ലേ. ഇനിയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത് 9 ആയി. അപ്പോൾ ഇത് വീണ്ടും 9 ആയി. അപ്പോൾ 9 വരുമ്പോൾ 4 to 9 വരുന്നത് കേട്ടോ. ഇവിടുന്ന് വീണ്ടും ബോറോ ചെയ്യണം. ഇവിടെ ആരെയും പിന്നെ സ്റ്റോക്ക് ഉണ്ടല്ലോ. 999 നിന്ന് പോയാൽ വീണ്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാമല്ലോ. ഈ 0 ഇവിടെ നിന്ന് തന്നെ വാങ്ങണേ. അപ്പോൾ ഇതും വീണ്ടും 10 ആയി. 4 to 10 അപ്പോൾ ഇവിടെ വീണ്ടും ഇവിടെ വരണേ. ഒന്ന് ബോറോ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 9 വരുന്നുള്ളൂ കേട്ടോ. ഒന്ന് ബോറോ ചെയ്ത് പുറത്തുനിന്ന് കേട്ടോ. അപ്പോൾ ബാക്കി ഇവിടെ 9. അപ്പോൾ ഇവിടെ വീണ്ടും 5 വന്നു. അപ്പോൾ ഈ 10 എന്നുള്ള എന്തായാലും മാറി, അത് 9 ആയി. അപ്പോൾ വീണ്ടും 3 to 9 655 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. ഇത് ഓക്കെ. ഇനി ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത ചില കുട്ടികളുണ്ടാവും. ഇത് എന്തുകൊണ്ട് പരിപാടിയാണ്, അങ്ങോട്ട് നിന്ന് ഇവിടുന്ന് വാങ്ങലൊക്കെ ബുദ്ധിമുട്ട്, ഇത് നമുക്ക് പറ്റില്ല. വേറെ വല്ല എളുപ്പവഴി ഉണ്ടോ എന്ന് നോക്കിയാൽ ഒന്നും നോക്കാം. 1000 345 മൈനസ് ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെങ്കിൽ
ഈ രണ്ട് നമ്പറിൽ നിന്നും ഒരേ നമ്പർ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഐറ്റം കൊണ്ടുവന്ന് രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ട് മക്കൾക്കും ഓരോന്നിനും ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഒരു പ്രശ്നമില്ല. ഒരാൾക്ക് മാത്രം കൊടുത്താലേ പ്രശ്നമുള്ളൂ, രണ്ടാൾക്കും കൊടുത്താൽ യാതൊരു പ്രോബ്ലം ഇല്ല. അതേപോലെ ഞാൻ എൻ്റെ സൗകര്യത്തിന് ഇവിടെ നിന്ന് ഒരു 1 അങ്ങോട്ട് മൈനസ് ചെയ്തു. 1000 നിന്ന് വെറുതെ 1 മൈനസ് ചെയ്താൽ 345 സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ഒരു 1 അങ്ങോട്ട് മൈനസ് ചെയ്യുക. 1000 നിന്ന് 1 മൈനസ് ചെയ്യുക, 345 നിന്ന് 1 മൈനസ് ചെയ്താൽ 1000 നിന്ന് 1 പോയാൽ, കാരണം 1000 4 ഡിജിറ്റ് നമ്പർ, ലീസ്റ്റ് 4 ഡിജിറ്റ് നമ്പറാണ്. അതിൽ നിന്ന് 1 പോയാൽ ബാക്കി ഹൈസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ വരിക 999. 1000 നിന്ന് 1 പോയാൽ പിന്നെ നമുക്കറിയാം 999. 345 നിന്ന് 1 മൈനസ് ചെയ്താൽ 344 വരും. രണ്ടിൽ നിന്ന് ഈക്വലായിട്ട് ചെയ്യണുണ്ടോ, ഒരു ഭാഗത്ത് മാത്രം കൊടുക്കരുത്, സബ്ട്രാക്ട്. ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. 9 - 4 നമുക്കറിയാം 5 എന്നറിയാം. 9 - 4 again 5. 9 - 3 655. നമുക്ക് നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് തോന്നും കുറേ നമ്പറുകൾ വരുമ്പോൾ. അപ്പോൾ കുറച്ചും കൂടി ഈസി അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും ഈസി തന്നെ നിങ്ങൾക്ക് അറിയാം, ഇതൊരു സ്റ്റെപ്പ് കൂടി കൂടുതൽ, ഇത് അതിനേക്കാളും സ്റ്റെപ്പ് കൂടുതലാണ്. അവർ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സബ്ട്രാക്ഷനിൽ ഇതൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് പിള്ളേർ ഇപ്പോൾ കുട്ടികൾ പറഞ്ഞത്. ഈ വലിയ നമ്പർ 1000-ഉം 10,000 ഒക്കെ വരുമ്പോൾ സബ്ട്രാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്, ബോറോ ചെയ്യാൻ ബുദ്ധിമുട്ട്, ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഒഴിവായില്ലേ. രണ്ട് നമ്പറിൽ നിന്ന് മൈനസ് ചെയ്താൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്ക് സബ്ട്രാക്ഷൻ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ